വന്യജീവി സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് കല്ലാർ പ്രദേശത്ത് ജനകീയ സമിതി രൂപീകരിച്ചു. കല്ലാർ വാർഡ് മെമ്പർ എ. രാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ജനകീയ സമിതിക്ക് രൂപം നൽകിയത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ജനകീയ സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രദേശത്ത് സ്ഥിരമായി കാട്ടാനക്കൂട്ടം രാത്രി ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും ഇപ്പോൾ അവ മനുഷ്യജീവന് ഭീഷണിയുമായി മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ ആളുകൾ വനത്തിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിറകിനും മറ്റുമൊക്കെ ആയിട്ട് വനത്തിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വനത്തിൽ പോലും നമ്മുടെ ഈ വനത്തിൽ പോലും ആന വരാത്തൊരു സാഹചര്യമുണ്ട് അന്ന്. പക്ഷേ ഇപ്പം വനത്തിൽ അതിന് തീറ്റയില്ല, അല്ലെങ്കിൽ വെള്ളമില്ല എന്നുള്ള ഇതാണ് നമ്മൾ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് നാട്ടിലോട്ട് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടങ്ങളെ ഉൾവനത്തിലേക്ക് തുരത്തുക, ഫെൻസിംഗ് സ്ഥാപിക്കുക, ആവശ്യമെങ്കിൽ ഡ്രഡ്ജുകൾ എടുക്കുക എന്നിവയാണ് ജനകീയ സമിതിയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ. കാട്ടാനക്കൂട്ടങ്ങൾക്ക് പുറമെ കാട്ടുപന്നി, പുലി, കടുവ, കാട്ടുപോത്ത് എന്നിവയും ഈ പ്രദേശങ്ങളിൽ സജീവമാണ് എന്നും ഇത്തരം വന്യമൃഗങ്ങളിൽ നിന്നും ആവശ്യമായ സംരക്ഷണം നൽകണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു. 2018 ശേഷമാണ് ഈ പ്രദേശങ്ങളിൽ കാട്ടാന ആക്രമണം രൂക്ഷമായി വരുന്നത്. മുറിഞ്ഞപുഴ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുനിൽ കെയുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫെൻസിങ് തന്നെയാണ്. അപ്പോൾ അതിനുള്ള പ്രപ്പോസൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നത്തെ കാര്യം ഉറപ്പ് പറയാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ ഫുഡിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നം നമ്മൾ പറഞ്ഞില്ല. ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും, ഇവിടെ കേരളത്തിൽ എല്ലാ മേഖലകളിലും ഈ പറഞ്ഞതുപോലെ ആന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ മുമ്പ് എല്ലാവരും നടക്കും എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. ഇപ്പം ആന മാത്രമല്ല, നിങ്ങൾ പറഞ്ഞൊരു കാട്ടുപോത്തുണ്ട്, പുലിയുണ്ട്, പറഞ്ഞൊരു കടുവയുണ്ട്, കരടിയുണ്ട്, ഇതെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിനൊന്നും ഈ ഫെൻസിങ് കൊണ്ട് ആനയ്ക്ക് മാത്രമേ, അല്ലെങ്കിൽ ആന അല്ലെങ്കിൽ പോത്ത് പരമാവധി അതിന് വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഫെൻസിങ് കൊണ്ട് ഒരു പ്രിവെൻഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആനയാണ് നമുക്ക് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം. അപ്പം ഈ ഭക്ഷണം, വെള്ളം എന്നുള്ളത് കാട്ടിനകത്ത് കുറവാണോ എന്നുള്ള സത്യത്തിൽ പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ അതുകൊണ്ടാണോ ആന പുറത്തോട്ട് വരുന്നത്, അതോ നമ്മളെ പോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പഴയ ഭക്ഷണ രീതികളോടുള്ള താല്പര്യം, നമ്മൾ കാച്ചിനും ചേമ്പും ചേനയും പുഴുങ്ങി തിന്നിരുന്ന, പഴങ്കഞ്ഞി ഒഴിച്ചിരുന്ന കാലത്ത് നിന്ന് നമ്മുടെ പിള്ളേരെല്ലാം മാറി അവർക്ക് അൽഫാമിനോടും അല്ലെങ്കിൽ മന്തിയോടും ഒക്കെയാണ് ഇപ്പോൾ താല്പര്യം. അപ്പൊ അതുപോലെ ചില മൃഗങ്ങളിലും ഒരു വ്യത്യാസം ചിലപ്പോൾ കണ്ടേക്കാം. അതുകൊണ്ടാണ് ഇവർ നല്ല ഫുഡ് തേടി വരുന്നത് അറിയുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ കുറച്ചൊരു ഈസി ആയിട്ട് അവർക്ക് കാട്ടിനകത്ത് കിട്ടാത്ത ഫുഡുകൾ കിട്ടുന്നതുകൊണ്ടാണോ ഈ മൃഗങ്ങൾ അങ്ങോട്ട് വരുന്നത് പഠിക്കേണ്ടിയിരിക്കും. അപ്പൊ എന്തായാലും നമ്മളിപ്പം സർക്കാർ ഇതിന് പുതിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കടന്ന വേനൽക്കാലത്ത് പരമാവധി നമ്മൾ ഫോറസ്റ്റിനകത്ത് തന്നെ കുളങ്ങളോ ചെറുതാമ്പോ കെട്ടി വെള്ളം കെട്ടുന്നത് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീറ്റ നമ്മൾ വേനലല്ല കൂടുതൽ, ചക്ക സീസണിലൊക്കെ എനിക്ക് തോന്നുന്നു, മഴക്കാലത്തുള്ള സമയത്താണ് ആന ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചക്കയുടെയും മാങ്ങയുടെയൊക്കെ ഒരു സീസൺ ആകുമ്പോൾ അപ്പൊ നമ്മൾ അങ്ങനത്തെ ഫുഡ്, കുറച്ച് തീറ്റ ഉള്ള സാധനങ്ങൾ കാട്ടിനകത്ത് വെച്ച് പിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മളിപ്പോൾ ഈ ജൂൺ 15 മുതൽ അടുത്ത ഓഗസ്റ്റ് 15 വരെയുള്ള ഒരു 2 മാസക്കാലം ഡിപ്പാർട്ട്മെന്റ് ടേക്കപ്പ് ചെയ്ത് കേരളത്തിലെ എല്ലാ മേഖലയിലും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയും നമ്മൾ അങ്ങനെ സംഭവം ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഈ പ്രതിരോധിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന നടപടികൾ ഇതൊക്കെയാണ്. അങ്ങനെ സംഭവം ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഈ പ്രതിരോധിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന നടപടികൾ ഇതൊക്കെയാണ്. അപ്പൊ ഇവിടെ ഏറ്റവും അർജന്റായിട്ട് നമ്മൾ ഫെൻസിങ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള കുറച്ചും കൂടെ ഇവരെ കൊണ്ടൊക്കെ, രാഷ്ട്രീയക്കാരെ കൊണ്ടൊക്കെ, രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിൽ ഫെൻസിങ്ങിന് ആവശ്യമായ പ്രപ്പോസൽ സർക്കാർ തലത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് സാധ്യമാക്കിയെടുക്കുന്നതിനാവശ്യമായ സമ്മർദ്ദം ജനപ്രതിനിധികൾ മുഖേന ചെലുത്തണമെന്നും വന്യജീവികളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനും പ്രൈമറി റെസ്പോൺസ് ടീം രൂപീകരിച്ചാണ് ജനകീയ സമിതി പിരിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, പീരുമേട് ലൈവ്.